എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരം കോസ്റ്റ് ആണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ്. ഇതിന് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആദ്യം അതിലോട്ട് തന്നെ പോവാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് എപ്പോഴും പെണ്ണല്ലേ പറയാം, നമുക്ക് ഇപ്രാവശ്യം മാറ്റി പിടിക്കാം. ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷർട്ടാണ്. ഓക്കെ, ഒരു ഷർട്ടാണെന്ന് വിചാരിക്കുക. ഇതാണ് ഷർട്ട്. നിങ്ങൾക്കൊക്കെ ആയിപ്പോയി. ഓക്കെ, ഇതാണ് ഷർട്ട്. എഴുതി വെച്ചേക്കാം, ഷർട്ട്. നമ്മൾ കൊടുക്കുന്ന ഷർട്ടാണ്. അപ്പൊ ഈ ഷർട്ടിനായിട്ട് എനിക്ക് ആവശ്യം വരുന്ന ഫസ്റ്റ് സാധനം ക്ലോത്താണ്. ക്ലോത്ത്. പിന്നെ വരുന്നതാണ് ത്രെഡ്, നൂല്. പിന്നെ എന്ത് വരും, ബട്ടൺസ്. ഈ 3 എനിക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് വരുന്ന മെറ്റീരിയൽ. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഷർട്ട് തയ്ക്കാൻ ഒരാൾ വെക്കും അല്ലേ, നമ്മൾ ഒരു തയ്യൽ മെഷീൻ എന്ന് വിചാരിക്കുക. ഇതൊക്കെയാണ് ഒരു തയ്യൽ മെഷീൻ എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ തയ്ക്കാൻ ഒരാളിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് കൊടുക്കുന്ന വേജസിന് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയും. കാര്യം എന്താണ്, നമ്മൾ ഇതിന് ഡയറക്റ്റ് ലേബർ എന്ന് പറയാനുള്ള കാര്യം എന്താണ്, ഡയറക്റ്റ് ലേബർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാര്യം നമ്മുടെ ഈ ഷർട്ടിന് ഡയറക്റ്റ് ആയിട്ടാണ് ആ ഒരു കോസ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ട് ഉണ്ടാക്കാൻ ആയിട്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് ഡയറക്റ്റ് ആയിട്ടാണ് കൂട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് അതിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയല്ല നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സാധനമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൂട്ടാം? ഇപ്പം നമ്മുടെ ഈ ക്ലോത്ത് കൊണ്ടുവരാന്, ഈ ക്ലോത്ത്, ത്രെഡ്, ബട്ടൺ, ഇതെല്ലാം കൊണ്ടുവരാൻ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൂട്ടാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രോഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ കോസ്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം. അത് ഞാൻ ഇനി എഴുതിയില്ലാന്ന് വേണ്ട, ഒരു ട്രക്കിൽ സാധനം വരിക. ഓക്കെ, നമ്മളെ ഷർട്ട് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന് കൊടുക്കണം എക്സ്പെൻസ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടും കൂട്ടാം. ഓക്കെ, ഇത് 3 ഫസ്റ്റ് ആയിട്ട് വരുന്ന 3 സാധനങ്ങൾ. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയല്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കണ്ട, ഡയറക്റ്റ് ട്രേസബിൾ ടു പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രേസബിൾ ടു പ്രോഡക്റ്റിന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന സാധനം. മെറ്റീരിയൽ വരും, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് 3 ഫസ്റ്റ് വരുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ ഷർട്ട് ഉണ്ടാക്കി. ഓക്കെ, ഈ ഷർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറി, നമ്മള് ചെറിയതൊന്നും അല്ല, നമ്മൾ വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഷർട്ട് എല്ലാം നമ്മള് വേണ്ടേ, അപ്പൊ ഇതെല്ലാം നടക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, ഈ ഫാക്ടറി റെന്റ്. ആ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പ്രോഡക്റ്റിനായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഷർട്ട് മേടിച്ച്, ഈ ഷർട്ടിൽ നമുക്ക് എവിടെയെങ്കിലും ആ ഫാക്ടറി കൊടുത്ത റെന്റിന്റെ കാര്യം എന്തെങ്കിലും അറിയാൻ പറ്റും. നമ്മളിപ്പം ഷർട്ടിന്റെ ക്ലോത്ത് നമുക്ക് അറിയാൻ പറ്റും, ബട്ടൺസ് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു ആൾ തച്ചിട്ടുണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയാം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ നമുക്ക് അങ്ങനെ അറിയാത്തുള്ളൂ. പക്ഷെ അത് ട്രേസബിൾ ടു പ്രോഡക്റ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ അത് മെറ്റീരിയൽ, ക്ലോത്ത് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊടുത്തത്. നമുക്ക് ഈ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അല്ല, പല എക്സ്പെൻസ് നമുക്ക് കൂട്ടാം. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർക്കൊന്നും കിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഫാക്ടറി റെന്റ്. ഇതെന്താണ്? ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഇതിന് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ ഫാക്ടറിയിൽ നടക്കുന്ന വേറെ എന്തെങ്കിലും ചെലവ് വരാം ഫാക്ടറിയിൽ. നമുക്ക് ഫാക്ടറിയിൽ കറണ്ട് ഒക്കെ വേണ്ടേ? അപ്പൊ ഈ മെഷീനൊക്കെ വെക്കാൻ കറണ്ട് വേണ്ടേ?
അപ്പൊ ഒരു കറണ്ട് യൂണിറ്റ്, കറണ്ട് ഇലക്ട്രിസിറ്റി, കറണ്ട് ഒന്നും വേണ്ട, ഇലക്ട്രിസിറ്റി ഈ കോസ്റ്റ് വരും. ഇതെല്ലാം ഇതിന്റെ കോസ്റ്റ് ആണ്. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ ഈ ഫാക്ടറി വൃത്തിയാക്കാൻ വരുന്ന ക്ലീനേഴ്സ് ഇവർക്ക് കൊടുക്കുന്ന വേജസ്, അത് ഇൻഡയറക്റ്റ് വേജസ് ആണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ എന്ത് വരും, അങ്ങനെ ഫാക്ടറിയിൽ നടക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റിക്ക് നടക്കുന്ന എക്സ്പെൻസുകൾ, അതിനെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ വേറൊരു പേരിൽ പറയും, അതിനാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാക്ടറിയിൽ നടക്കുന്ന വേറെ വേറെ ചെലവുകൾ, വേറെ എല്ലാ എക്സ്പെൻസിനും ചേർത്ത് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവമാണ്, നമുക്ക് ഞാൻ പറഞ്ഞൊരു വലിയൊരു മാനുഫാക്ചറിങ്, വലിയൊരു കമ്പനിയാണ്. എക്സാമ്പിൾ നമുക്ക് അലൻസോളിൽ നിന്ന് കൊടുക്കാം. ചിലപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റും, ആരും മൈൻഡ് ചെയ്യണം. അലൻസോളി അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, അലൻസോളി, ഒരു മാനും കൂടി ഇരിക്കട്ടെ. ഓക്കെ, അലൻസോളി. പിന്നെ അലൻസോളിയിലെ ഓഫീസാണ്, അവർക്ക് എന്തായാലും ഒരു ഓഫീസാണല്ലോ, ഓഫീസാണ്. ഓഫീസ് ആൾക്കാരും കൂടെ ഇരിക്കണമായിരിക്കും. അപ്പൊ ഇതാണ് അലൻസോളിയിലെ ഓഫീസ്. എന്ത് ഓഫീസ്? നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ, നമ്മുടെ ഫാക്ടറിയിലുള്ള ഓഫീസ്. ആ ഓഫീസ് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കണം? ഫാക്ടറി ഓഫീസ് പല കാര്യങ്ങൾക്കും ഉണ്ടാവും. കാര്യം നമ്മളെ സെല്ലിംഗ് അല്ല, സെല്ലിങ്ങിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ മാർക്കറ്റിംഗ് നോക്കാനും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനും, അപ്പൊ അങ്ങനെ പല നമ്മളൊക്കെ ഓഫീസിലായിരിക്കുമല്ലോ കാണേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഓഫീസിലാണ്, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ഓഫീസിലാണ്. അപ്പൊ ഇതിനെല്ലാം കൊടുക്കുന്ന എക്സ്പെൻസിനെല്ലാം അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാര്യം ഇത് ട്രേസബിൾ പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് അല്ല. അപ്പം ഇതെല്ലാം നമുക്ക് വേറെ ഒരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടാം. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പീറ്റ് ആയി പറഞ്ഞാൽ ക്ഷമിക്കുക. അപ്പം ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ്. ഇനി അടുത്ത വരുന്നതാണ് സെല്ലിംഗ്. ഇതിനൊരു ഓഫീസിന്റെ ഒന്നും ആവശ്യമില്ല, കിടക്കട്ടെ, എന്തായാലും കിടക്കട്ടെ. ഓക്കെ, സെല്ലിംഗ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് സെല് ചെയ്യുക, നമ്മളെ ഈ ഷർട്ട് വിൽക്കുക. അപ്പൊ ഈ വിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പല എക്സ്പെൻസുകൾ വരും. ചിലപ്പോൾ കമ്മീഷൻ വരും. ഈ ഷർട്ട് വിറ്റ് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഏജന്റിനെ ഏൽപ്പിക്കുക, അവർക്ക് കമ്മീഷൻ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പാക്കിങ് വേണ്ട, പാക്കിങ് ചിലതിലും വരും, അല്ലാതെ ഫാക്ടറിയിൽ പറഞ്ഞ പാക്കിങ് ഉണ്ട്, അതുകൊണ്ട് അത് വേണ്ട. പക്ഷേ നമുക്ക് പല തരത്തിലുള്ള സെല്ലിംഗ് കമ്മീഷൻ, ഞാൻ പറഞ്ഞ ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷൻ, പിന്നെ അഡ്വർടൈസ്മെന്റ്, അത് മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഇവിടെ വരുന്ന എക്സ്പെൻസിന് നമ്മൾ പറയുന്ന പേരാണ് സെല്ലിംഗ് ഓവർഹെഡ്. നമ്മൾ ഈ ഓഫീസ് ഓവർഹെഡിനെ അല്ലെങ്കിൽ വേറൊരു പേര് പറയും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പൊ ഈ 3 ഓവർഹെഡ് ആണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ പറഞ്ഞ 3 ഓവർഹെഡ് ആണ്. ഏതൊക്കെ ഓവർഹെഡ് ആണ്? ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്. അപ്പൊ അതാ ഇവിടെ അത് തന്നെ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നാണ് അവര് ഇത് പറയുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഏജന്റ് കമ്മീഷൻ, അല്ല അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ളതെല്ലാം സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലും, പിന്നെ ഏജന്റ് കമ്മീഷൻ അതെല്ലാം ഡിസ്ട്രിബ്യൂഷനിലും വരും. മെയിൻ ആയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഫാക്ടറി ഓവർഹെഡ് ആണ് ഇവിടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അതിനെ അവർ 3ആയിട്ട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെയും വരാം, നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഇങ്ങനെയാണ് ഫോർമേറ്റ് പറഞ്ഞത്. അപ്പം അത് സെയിം ആണ്. നമ്മളെ മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് ഇതാണ്, കൺവേർട്ടഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഡയറക്റ്റ് ലേബർ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഫാക്ടറി ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ, അവർക്ക് കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം നമ്മുടെ തയ്യൽ മെഷീൻ അല്ലേ, ഈ തയ്യൽ മെഷീനും നമുക്ക് ഒരു കോസ്റ്റ് വരുമല്ലേ. തയ്യൽ മെഷീൻ എന്തിനാണ്? തയ്യൽ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് അതിന്റെ ഓയിൽ ഒഴിക്കേണ്ടി വരും. പിന്നെന്ത്, അതൊരു ഇതാണ്, അതൊരു മെറ്റീരിയലാണ്. മെറ്റീരിയലായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് വരും. നമ്മളെ പ്രോഡക്റ്റിന് ഡയറക്റ്റ് ആയിട്ട് വരാത്ത മെറ്റീരിയൽസ്. വേറെ എന്ത് മെറ്റീരിയൽ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം? തയ്യൽ മെഷീനില് നൂല് മെയിൻ ആയിട്ട് വരും. പിന്നെ
ഈ ഓയിലാണ് മെയിൻ ആയിട്ട് എല്ലായിടത്തും പറയണത്. ഞാൻ പറയണ എക്സാമ്പിൾ ഓയിൽ തന്നെയാണ്. പിന്നെ പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പൊ ഇൻഡയറക്ട് മെറ്റീരിയൽ അത് വരും. പിന്നെ ഇൻഡയറക്ട് എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കറണ്ട്, അത് ഇലക്ട്രിസിറ്റി, അതൊക്കെ എല്ലാം ഇൻഡയറക്ട് എക്സ്പെൻസ് വരും. ഓക്കെ, ഇനി പ്രൈം കോസ്റ്റ്, അതൊക്കെ എന്താ നമുക്ക് കോസ്റ്റ് ഷീറ്റ് വരുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. Traceability of budget by operation representative by natural fixed നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റുകളെ തന്നെ ഇനി ഇതിന്റെ അകത്ത് വേറെ നമുക്ക് ഈ വേറെ കോസ്റ്റിന് ഒരു ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുക്കുക. ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഈ കോസ്റ്റിനെ മൂന്നായിട്ടാണ് മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെല്ലാം കോസ്റ്റുകളാണ്? ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, രണ്ട് വേരിയബിൾ കോസ്റ്റ്, മൂന്ന് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ്? ഇതല്ല ഫിക്സഡ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമ്മളെ ഫാക്ടറി റെന്റ്. ഇപ്പൊ നമുക്ക് ഒരു ഫാക്ടറി റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹10,000 ആണെന്ന് ചോദിക്കുക മന്ത്ലി. വലിയ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വരില്ല, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി ചെറിയ എമൗണ്ട്. ഓക്കെ, 10,000 ആണ് നമ്മളെ ഫാക്ടറി റെന്റ് വരുന്നത്. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിൽ നമ്മൾ ഈ റെന്റ് കൊടുക്കണ്ടേ? നമ്മളിപ്പം കഴിഞ്ഞ 6 മാസം നമുക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പം കൊറോണ വന്ന് അടച്ചതുപോലെ പെട്ടെന്ന് അടയ്ക്കുകയാണ്, ഫാക്ടറി റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ റോ മെറ്റീരിയൽ ഷോർട്ടേജ് ആണ്, നമ്മളെ പ്രോസസ്സ് നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റക്കായി, ഫാക്ടറി റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ പല കോസ്റ്റുകൾ വരും. ഇലക്ട്രിസിറ്റി കോസ്റ്റ് നമ്മൾ നമ്മളെ എമൗണ്ട് കൂടുമെങ്കിലും നമ്മളെ ബേസിക് ആയിട്ടൊരു കോസ്റ്റ് എന്തായാലും കൊടുത്തിരിക്കണം. ഇപ്പൊ റെന്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. ഫിക്സഡ് കോസ്റ്റ് മെയിൻ ആയിട്ട് വരുന്ന റെന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻസിൽ വരുന്നതാണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് വേരിയബിൾ കോസ്റ്റിലെ മെയിൻ ആയിട്ട് വരുന്നത്? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്. എന്താണ് അതിനെ പറയാൻ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്യാൻ, പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷർട്ട് ഉണ്ടാക്കാൻ എനിക്ക് 500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. 2 ഷർട്ട് ഉണ്ടാക്കാനോ 1000 × 2 1000. 500 × 10 ഷർട്ട് ഉണ്ടാക്കാനാണെങ്കിലോ 5000. 100 ആണെങ്കിലോ 50,000. അപ്പൊ അങ്ങനെ എത്രയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ വേരിയബിൾ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ്. ഇനി പ്രൊഡക്ഷൻ നടന്നില്ല എങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഇല്ല. പക്ഷെ അതേ സമയത്ത് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഇനി എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ്? ആ പേരുള്ളത് തന്നെ, പാതി ഫിക്സഡും പാതി സെമി വേരിയബിൾ. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് അങ്ങനെ നമുക്ക് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ പറയാനായിട്ട് ഒന്നുമില്ല. ഇതില് സാധാരണ കോസ്റ്റില് അവര് റിപ്പയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞത്. റിപ്പയേഴ്സിന്റെ 60% വേരിയബിൾ, ബാക്കി ഫിക്സഡ് എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ വരപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ അകത്ത് ഇവർ നോക്കിയപ്പോൾ ജോബ് കോസ്റ്റ്, ബാച്ച് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ജോയിന്റ് കോസ്റ്റ്, ഇതെല്ലാം കോസ്റ്റിന്റെ ഓരോ ഇതാണ് നമ്മളെ പ്രോസസ്സുള്ളോ. ഇത് ചാപ്റ്റർ ബേസിൽ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതൊക്കെയുള്ള കോസ്റ്റിന്റെ പല രീതിയിലുള്ള കോസ്റ്റുകൾ. നമ്മളിപ്പോ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ ഈ 3 അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? കോസ്റ്റ് ബിഹേവിയർ അനാലിസിസ്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയ കോസ്റ്റ് നമ്മൾ ഇവിടെ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് ആവശ്യം വരുന്നുള്ളൂ.